അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഈ നാട്ടിൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഈ കുടയ്ക്ക് ഇങ്ങനെ വെച്ചേക്കണ എന്താണെന്നല്ലേ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ റമോ അങ്ങോട്ട് ദൂരേക്ക് ചവിട്ടി പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ. ദൂരെ കാണുന്ന മതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഞാനും റമോയും രാവിലെ അവിടെ നിന്ന് റെഡിയായി വന്ന് ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ എന്നെ പോലെ തന്നെ വേറെ കുറേ നാട്ടുകാരും കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നല്ലേ, അതാണ് കേട്ടോ. ബാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉടുത്തിറങ്ങിയതേ വെയിൽ ഉദിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ വഴിയരികിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓണായല്ലോ, അപ്പോൾ പൂക്കളൊക്കെ വന്നു തുടങ്ങി. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ ഓർത്തുപോയി. കുറച്ച് സമയം ഇതൊക്കെ ഒന്നും എടുക്കാതെ പോകാൻ തോന്നിയില്ല കേട്ടോ. എന്തായാലും ഇന്ന് നമുക്ക് നമ്മൾ ഈ കാത്തുനിപ്പിനൊരു ബോറടി മാറ്റി ഞാൻ ഈ പൂക്കളും കണ്ട് കുറച്ച് അടുത്ത വീടുകളിലെ പൂക്കളും എടുത്തിങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ അനൗൺസ്മെൻറ്റ് കേട്ടത്. എന്താണെന്നല്ലേ, വാ നമുക്കൊന്ന് കേട്ടു നോക്കാം. വട്ടക്കോട്ടയിലെ നിർദ്ദിഷ്ട മൈതാനത്ത് വെച്ച് ഈ പൊതു കളിസ്ഥലം നാടിന് സമർപ്പിക്കുന്നു. ഈ സംരംഭത്തിനായി സഹകരിച്ച മുഴുവൻ സുമനസുകളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം ഇതാണ് കേട്ടോ ആ ഗ്രൗണ്ട്. ഈ സ്ഥലമാണ് നമുക്ക് കുട്ടികൾക്കുള്ള കളിസ്ഥലമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഒത്തിരി പ്രയത്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മൾ പൊക്കത്താണ്, അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇത് തട്ടായിട്ടുള്ളൊരു ഭൂമിയാണ് കണ്ടോ. നമ്മുടെ മുകളിൽ നിന്നൊരു കുത്തനെ ഇറങ്ങി വന്നിട്ടാണ് പിന്നെ ഈ റോഡുള്ളത്. ഇവിടെ കുട്ടികൾ കളിച്ചിരുന്നു പണ്ടൊക്കെയും, പിന്നെ കാടും പടലൊക്കെ ആയി. ഇപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ സമ്മേളനം നടക്കാനുള്ളൊരു സ്ഥലം അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ ഉഴുതു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, തോരണങ്ങളൊക്കെ ആയിട്ട്. കുട്ടികൾക്കൊക്കെ ഇന്നൊരു ആഘോഷമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പിന്നീട് വരാൻ പോകുന്നത് നമുക്കറിയില്ല. എന്നാലും കുട്ടികൾക്ക് കളിസ്ഥലം ഒരുങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. അതിൻ്റെ മുന്നിൽ കുറേ വ്യക്തികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ചുറ്റുവട്ടത്തുള്ള യുവാക്കന്മാർ കുറേ പേര്, പാരൻസും കുട്ടികളും യൂത്തും എല്ലാവരും ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അവർ കുറേ പിരിവും സംഭാവനയും നടത്തി, കുറേ അവർ അധ്വാനിച്ച്. പിന്നെ ഒരു സമ്മാന കൂപ്പൺ വിതരണമൊക്കെ വെച്ചായിരുന്നു ഒരിടക്ക്. അതെല്ലാം നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് പലർക്കും സമ്മാനം കിട്ടി. അപ്പോൾ അതിൻ്റെ ധനശേഖരാർത്ഥമാണ്. നമുക്ക് ഇവിടെ നിന്ന് കുറേ മ്യൂസിക്, ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ഇങ്ങനെ പാട്ട് വെച്ചേക്കണോണ്ട് നമുക്ക് കോപ്പി റൈറ്റ് വരും. പുതിയ പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വോയിസ് ഓവർ കൊടുത്താണ് എടുക്കണേ കേട്ടോ. അത് ഇവിടെയൊക്കെ ഇനി അലങ്കാര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത കൂടെ ഇങ്ങനെ എടുത്തെടുത്ത് ഈ കുട വെച്ചിരിക്കുന്ന വഴി നീളം നടന്നു പോവുകയാണ് കേട്ടോ. വീണ്ടും ഞാൻ സൗണ്ട് കുറച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തതെന്ന് വെച്ചാൽ ആ പാട്ട് അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ യൂട്യൂബിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, കോപ്പി റൈറ്റ് വരും. നല്ല നല്ല പാട്ടുകളായിട്ടേക്കണം. അതൊക്കെ നല്ലൊരു മൂഡാണ് നമുക്ക് കേൾക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഈ ഒരു പരിപാടീനെ ഒരു സംഭവമാക്കി മാറ്റുന്നത് ആ പാട്ടൊക്കെയാണ്. ജനങ്ങൾക്കൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് തന്നെ അവിടെ എന്തോ ആണെന്ന് അറിഞ്ഞു കൂടി വരണമെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന ഈ റോഡ് ഇങ്ങനെ കയറി വളഞ്ഞ് താഴോട്ട് ഇപ്പം നമ്മൾ പോകുന്ന ലെഫ്റ്റിലോട്ട് പോയി കഴിയുമ്പം മെയിൻ റോഡ് എത്തും. റോഡ് വരെ ഇങ്ങനെ കുടകളൊക്കെ വെച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർ. ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ നേരെ കയറിപ്പോയി നമ്മുടെ വീടാണ്. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു പോകുമ്പോഴാണ് ഈ ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കാത്തുനിപ്പിൻ്റെ ഒരു മുഷിച്ചിൽ മാറാൻ അടുത്തൊരു വീട്ടിൽ കയറി കേട്ടോ. അവിടെ കുറച്ച് കളർ മീനുകളൊക്കെ വളർത്തുന്നുണ്ട് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരെ സമീപിച്ചാൽ ഇങ്ങനെ കളർ മത്സ്യങ്ങളൊക്കെ കിട്ടും. കുട്ടികൾ ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. ഇവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ജുബിൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അവരുടെ അമ്മ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് സംസാരിച്ച് അവിടെ ഉണ്ടായ പൂക്കളൊക്കെ എടുത്ത്, നല്ല ഭംഗിയുള്ള പൂക്കൾ. ഓണക്കാലം ആകുമ്പോഴേക്കും എല്ലായിടത്തും പൂക്കളാണല്ലോ. നമുക്ക് പൂക്കൾ എപ്പോഴും സന്തോഷമാണ്. ഇതും നമ്മൾ വേറൊരു വീട്ടിലെ പൂവാണ് കേട്ടോ. എവിടെ കണ്ട വഴിയരികിലുള്ള എല്ലാ പൂക്കളും ഇങ്ങനെ കാട്ടിലൊക്കെ വളർന്ന് നിൽക്കണമ്പോൾ കൊതിയാവുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് കുടിക്കാൻ നല്ലതാണ് കേട്ടോ, സന്തോഷം. അപ്പോൾ ഇതും ഞാൻ അവരുടെ സമ്മതം ചോദിച്ച് അങ്ങനെ എടുത്ത് എനിക്ക് ഒരെണ്ണം പറിച്ചൊക്കെ നാടിങ്ങനെ ഓണത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കാര്യത്തിലേക്ക് കടന്നില്ലല്ലേ. നമ്മൾ കാത്തു നിൽക്കുന്നത് കുറച്ച് പ്രമുഖ വ്യക്തികളെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആ മുഷിച്ചിൽ മാറാൻ വേണ്ടി പൂക്കളെടുത്താണതേ വരവായിട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാടുകുത്തി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കായിക പ്രേമികളുടെയും സ്വന്തമായ ഒരു കളിസ്ഥലം എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. കാടുകുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രിൻസി ഫ്രാൻസിസ്, ബഹുമാനപ്പെട്ട ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹന, ഇന്ത്യൻ ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ, ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ RD പാണ്ഡ്യൻ,
സെപ്റ്റംബർ 2 രാവിലെ 11:30 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്ന ചടങ്ങിൽ 2025 സെപ്റ്റംബർ 2 രാവിലെ 11:30 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ വട്ടക്കോട്ടയിലെ നിർദ്ദിഷ്ട മൈതാനത്ത് വെച്ച് ഈ പൊതുകളിസ്ഥലം നാടിന് സമർപ്പിക്കുന്നു. ഈ സംരംഭത്തിനായി സഹകരിച്ച മുഴുവൻ സുമനസുകളെയും പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആടുകുട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെയും ജനകീയ സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. ലഹരി വിമുക്ത തലമുറ എന്ന ലക്ഷ്യം മുൻനിർത്തി വരും തലമുറയ്ക്കായി ഓടിക്കളിച്ചു വളരാൻ സ്വന്തമായ ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ പൊതുകളിസ്ഥലം 2025 സെപ്റ്റംബർ 2 രാവിലെ 11:30 ബഹുമാനപ്പെട്ട ചാലക്കുടി എം.എൽ.എ. ശ്രീ സനീഷ് കുമാർ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി വട്ടക്കോട്ടയിൽ നിന്ന് ശ്രീ ബെന്നി ബെഹനാൻ MP, ഇന്ത്യയുടെ അഭിമാനമായ തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യ, തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർ ശ്രീ ബെന്നി ബെഹനാൻ, ഇന്ത്യൻ ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ, ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യ, LSGD തൃശൂർ ജോയിന്റ് ഡയറക്ടർ ശ്രീ സാജു സി, NGIL MD ശ്രീ പ്രവീൺ വെങ്കട്ടരാമൻ. വട്ടക്കോട്ടയിലെ നിർദ്ദിഷ്ട മൈതാനത്ത് വെച്ച് ഈ പൊതുകളിസ്ഥലം നാടിന് സമർപ്പിക്കുന്നു. ഈ സംരംഭത്തിനായി സഹകരിച്ച മുഴുവൻ സുമനസുകളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സംരംഭത്തിനായി സഹകരിച്ച മുഴുവൻ സുമനസുകളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്ന ചടങ്ങ് 2025
സമൃദ്ധിയുടെ അടിസ്ഥാനം. സാമൂഹിക ഐക്യവും ആരോഗ്യകരമായ തലമുറയുടെ വളർച്ചയും ലക്ഷ്യമാക്കി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ കളിസ്ഥലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ആദരണീയരായ അതിഥികൾക്കും മറ്റെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നേരുന്നു. ലോകീകനായക രക്ഷിക്കനങ്ങളെ അതീതമാം ഭക്തിദന്താനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമാ പാഴ്വസ്തുക്കളും വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഡോക്ടറുമായിട്ടുള്ള കരാറ് അദ്ദേഹം മുറിച്ചു തരാൻ തയ്യാറല്ലായിരുന്നു. ആ 2 ഏക്കർ സ്ഥലം ഒന്നിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഫണ്ടില്ല. അപ്പൊ നമ്മൾ ലോൺ എടുക്കാൻ ഒരു തീരുമാനം എടുത്തു. 95 ലക്ഷം രൂപ ഇട്ട് ഒന്നാമത്തെ ഗഡുവെന്ന നിലയ്ക്ക് കുറച്ച് സ്ഥലം വാങ്ങാം. 50 സെന്റ് സ്ഥലം മിനിമം വാങ്ങിയാൽ സർക്കാർ ഫണ്ട് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. സർക്കാർ ഫണ്ട് തരണമെങ്കിൽ 1 കോടി രൂപ വരെ എനിക്ക് പറയാൻ പറ്റില്ല. ജനപ്രതിനിധികളായ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളെ കൊണ്ട് ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് ഒരു 15 ലക്ഷം രൂപ കണ്ടെത്താനേ സാധിച്ചുള്ളൂ. പക്ഷെ ആ കുട്ടികൾ 1 മാസം കൊണ്ട് അവധി ദിവസങ്ങളില് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ അവരെ ഇറങ്ങിയിട്ട് 10 ലക്ഷം രൂപ, 1 രൂപ കുറയാതെ 10 ലക്ഷം രൂപ അവർ കണ്ടെത്തി. ഒരിക്കലും അങ്ങനെ ഓരോരുത്തരും എണ്ണി എണ്ണി പറയുകയാണെങ്കിലും ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതിനകത്തുണ്ട്. ഈ സ്ഥലം നിങ്ങൾ വാങ്ങുമോ? പഞ്ചായത്ത് വാങ്ങും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് എന്റെ പൈസ കൊടുത്ത് ഞാനത് വാങ്ങി വെക്കാം എന്ന് ബെനഡിക്റ്റ് എനിക്ക് ഉറപ്പ് തരാണ്. അദ്ദേഹം ഒരു പഞ്ചായത്തൊക്കെ വാക്ക് പറഞ്ഞാൽ നടപ്പാക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇത് എന്റെ വ്യക്തിപരമായ കാര്യമല്ല, സർക്കാർ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ആ ഒരു വാക്ക് വിശ്വസിക്കുക എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഉള്ളൊരു മനസ്സും ഈ അവരുടെ ഇച്ഛാശക്തിയും കൂടി അദ്ദേഹത്തിന് പ്രേരണയായിട്ടുണ്ടാവും. ഒരു 10-50 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലുള്ള പൈസ അദ്ദേഹം ഒരു പലിശയോ ലാഭമോ ഒന്നും പ്രതീക്ഷിക്കാതെ ഇതിലേക്ക് ഇറക്കാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ബെനഡിക്റ്റും അതിന് ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് വീണ്ടും ഒരു കടമ്പയായിട്ട്, ഇത് എന്നേക്കും ഒരു കടമ്പയായിട്ട് ഇത് കിടന്നേനായിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു മനസ്സ് കാണിക്കാൻ ആവുന്ന ആളുകൾ അപൂർവം ഉണ്ടാവുള്ളൂ. നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. അത് വേണ്ടതിന് വേണ്ട സമയത്ത് നമ്മൾ ചെലവഴിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ആ ഉചിതമായ സന്ദർഭത്തില് ബെനഡിക്റ്റ് അതിൽ ഇടപെട്ടു, അതിൽ നിന്നു. അതിന്റെ അപ്പുറം ഇതിന്റെ ആധാരം നടത്തല് ഒരുപാട് അതിനും കുറെ വിഷമങ്ങളും ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. തീരിന്റെ സമയത്ത് എഴുത്ത് പൈസ ഒക്കെ പ്രസിഡന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. 4 മണിയായപ്പോഴാണ് ഞാൻ മാനേജറെ വിളിച്ചു പറഞ്ഞ് ഈ 4 പേരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സെക്രട്ടറി എന്ന ലീവ്. അവര് പറയാണ് നിങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഒരു കുറവുണ്ട്, 4 പേർക്ക് പൈസ കൊടുക്കണമെന്ന് നിങ്ങളുടെ തീരുമാനമില്ല, അതുകൊണ്ട് ആധാരം രജിസ്ട്രാർ പറയാണ് കൊടുക്കാൻ പറ്റില്ല, ഇപ്പൊ രജിസ്ട്രേഷൻ നടക്കില്ല. പറയണത് 5 മണിക്ക്. 4 വെച്ച് നോക്കണേ. സെക്രട്ടറി ഇവിടെ ഉണ്ടെങ്കിൽ തീരുമാനം എടുത്ത് ഉടനെ സൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാം, പറ്റില്ല. അപ്പോ വീണ്ടും ഈ പൈസ മുഴുവൻ അവരുടെ അക്കൗണ്ടിലേക്ക് വരാണ്. ഞാൻ നിസ്സഹായമായിട്ട് ബെനഡിക്റ്റിനെ നോക്കാണ്. ഞാൻ തമാശക്കായിട്ട് ബെനഡിക്റ്റിനോട് ഞാൻ പറഞ്ഞു, ബെനഡിക്റ്റ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഈ തീര് നടക്കുമോ? പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. 4 മണി വരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നു. പ്രസിഡന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. 4 മണിയായപ്പോഴാണ് ഞാൻ മാനേജറെ വിളിച്ചു പറഞ്ഞ് ഈ 4 പേരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സെക്രട്ടറി എന്ന ലീവ്. അവര് പറയാണ് നിങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഒരു കുറവുണ്ട്, 4 പേർക്ക് പൈസ കൊടുക്കണമെന്ന് നിങ്ങളുടെ തീരുമാനമില്ല, അതുകൊണ്ട് ആധാരം രജിസ്ട്രാർ പറയാണ്
കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ രജിസ്ട്രേഷൻ നടക്കില്ല, പറയണത് 5 മണിക്ക്. ആലോചിച്ച് നോക്കണേ, സെക്രട്ടറി ഇവിടെ ഉണ്ടെങ്കിൽ തീരുമാനം എടുത്ത് ഉടനെ സൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാം, പറ്റില്ല. അപ്പോ വീണ്ടും ഈ പൈസ മുഴുവൻ അവരുടെ അക്കൗണ്ടിലേക്ക് വരാണ്. ഞാൻ നിസ്സഹായമായിട്ട് ബെനഡിക്റ്റിനെ നോക്കാണ്. ഞാൻ തമാശക്കായിട്ട് ബെനഡിക്റ്റിനോട് ഞാൻ പറഞ്ഞു, ബെനഡിക്റ്റ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ ഈ തീർന്നു നടക്കോ? പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. നമ്മള് 4 മണി വരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നു. വെളുപ്പിനെ ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം അപ്പൊ എത്തിച്ചേരാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ അതിനുശേഷം പാപ്പച്ചനെ വിളിച്ചായിരുന്നു, ഇവരൊക്കെ ഇതിനു മുമ്പ് വിളിച്ചായിരുന്നു. ഇവരൊക്കെ വിളിച്ചപ്പോ അവരൊക്കെ ഈ ഓണത്തിന് പല ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന ജില്ലാ പഞ്ചായത്ത് അംഗം അറിയിച്ചിരുന്നു എത്തിച്ചേരാം. ഈ വാർഡിന്റെ മെമ്പർ, 3-ാം വാർഡിന്റെ മെമ്പർ ഡെയ്സി ചേച്ചിയും ഈ കുട്ടികളോടൊപ്പം നിന്ന് ഒരുപാട് കൂപ്പണൊക്കെ എടുത്ത് സഹായിച്ചു. ഒരുപാട് അവർക്ക് അവരോടൊപ്പം നിന്ന് വെയിലും പ്രായമൊക്കെ മാറി, കുട്ടികളുടെ പ്രായമല്ല ഡെയ്സി ചേച്ചിക്ക്, പക്ഷെ എന്നാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരുപാട് ഫണ്ടും അവരുടെ കൂടെ നിന്നും അല്ലാതെയും ഒപ്പം നിന്ന് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഡെയ്സി ചേച്ചിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. 7-ാം വാർഡിന്റെ മെമ്പർ മോളി തോമസ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1-ാം വാർഡ് മെമ്പർ KC മനോജിനെ ഞാൻ ഈ വേദിയിലേക്ക്. അതിൻ്റെ ചടങ്ങുകൾ മുഴുവനാക്കാൻ നമ്മൾ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം ഒരു ഫോൺ വന്ന് ഗ്യാസ് വന്നിട്ട് പോകേണ്ടി വന്നു. പിന്നെ വൈകിട്ടായപ്പോഴേക്കും നമ്മുടെ അന്തോണീസ് മിനാറിൻ്റെ കപ്പേളയാണ് കോട്ടമുറി ജംഗ്ഷനിലാട്ടോ. അവിടെ തിരുനാളിൻ്റെയൊക്കെ കൊടിയേറി അതിൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഒരു പ്രധാന കാരണം ഈ പിള്ളേരുടെ കളിസ്ഥലമാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന് മുഴുവേൽപ്പിച്ചില്ല, വേറെ പ്രത്യേകിച്ച് വലിയ ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉദ്ഘാടനം നടത്തി, അത്രേ ഉള്ളൂ. നമ്മുടെ പള്ളിപ്പെരുന്നാളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പോയി. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ.